ഹലോ നമസ്കാരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഒരു ഹോം ടൗൺ ടൂറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് പുനലൂർ മൂവാറ്റുപുഴ ഹൈവേയിലാണ്, എസ്സിപ്പടിയിലാണുള്ളത്. അപ്പം മലയോര നാടിൻ്റെ റാണിയായ റാന്നിയെ നമ്മളൊന്ന് അടുത്തറിയാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. പമ്പാ നദിയുടെ ഇരുകരകളിലുമായി കുന്നുകളും മലകളും താഴ്വരകളും ഉൾക്കൊണ്ട് പ്രകൃതി രമണീയമായൊരു സ്ഥലമാണ് റാന്നി. റാന്നി എന്നുള്ള പേര് മലയാളത്തിലെ രാജ്ഞി അല്ലെങ്കിൽ റാണി എന്നർത്ഥമുള്ള ഒരു വാക്കിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. 1983 ആഗസ്റ്റ് 1 റാന്നി താലൂക്ക് രൂപീകരിച്ചത്. റാന്നിയിലെ ജനസംഖ്യ എന്ന് പറയുന്നത് ഏകദേശം 2,07,782 റാന്നിയുടെ ചരിത്രം ഏകദേശം 5000 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ശബരിമലയ്ക്കും നിലയ്ക്കലിനും ചുറ്റുമായി ആദ്യ ദ്രാവിഡരുടെ ആദ്യകാല കുടിയേറ്റത്തിൽ നിന്നാണ്. കേരളത്തിനും പാണ്ഡ്യരാജ്യത്തിനുമിടയിൽ നിലയ്ക്കലിലൂടെ ഒരു പുരാതന വ്യാപാരപാത കടന്നുപോയിരുന്നു. 18-ാം നൂറ്റാണ്ടിൽ വേണാട് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തെക്കൻകൂർ രാജ്യം പിടിച്ചെടുക്കുകയും മുൻ ഭരണാധികാരികളുടെ കൈവശമുണ്ടായിരുന്ന ഭൂമി മുഴുവൻ പിടിച്ചെടുക്കുകയും ചെയ്തു. പമ്പാ നദി അഥവാ പുണ്യനദി പീരുമേട്ടിലെ പുളിച്ചൽ മലയിൽ ഉത്ഭവിച്ച് പമ്പ, അത്തിക്കയം, റാന്നി, കോഴഞ്ചേരി, ചെങ്ങന്നൂർ, തിരുവല്ല, ചങ്ങനാശ്ശേരി, കുട്ടനാട് വഴി ഒഴുകി വേമ്പനാട്ട് കായലിൽ പതിക്കുന്നു. കേരളത്തിലെ 3ാമത്തെ നീളം കൂടിയ നദിയാണ് പമ്പാ നദി. കേരളത്തിൻ്റെ സാംസ്കാരിക ചൈതന്യം വിളിച്ചോതുന്ന ആറന്മുള വള്ളംകളി പമ്പാ നദിയിലാണ് നടക്കുന്നത്. കേരളത്തിൻ്റെ സാമൂഹികവും മതപരവുമായ വിഷയങ്ങളിൽ പമ്പാ നദിക്ക് അതിൻ്റേതായ സാന്നിധ്യമുണ്ട്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ ക്രിസ്തീയ കൂട്ടായ്മയായ മാരാമൻ കൺവെൻഷൻ, അതുപോലെ ചെറുകോൽപ്പുഴ ഹിന്ദുമത കൺവെൻഷൻ, റാന്നി ഹിന്ദുമത കൺവെൻഷൻ എന്നിവ പമ്പാ നദിയുടെ തീരത്താണ് നടക്കുന്നത്. ജൂലൈ 29 സമയം ഏകദേശം വൈകിട്ട് 3:20. റാന്നി തിരുവല്ല റൂട്ടിൽ സർവീസ് നടത്തുന്ന ഉഷ എന്ന സ്വകാര്യ ബസ് റാന്നി വലിയ പാലത്തിൽ കൂടി കടന്ന് അക്കരയെത്തുകയും തൊട്ടു പിന്നാലെ റാന്നി പാലം തകർന്നാറ്റിലേക്ക് പതിക്കുകയും ചെയ്യുകയായിരുന്നു. തലനാരിഴയ്ക്കാണ് ആ ബസ്സും ബസ്സിലുള്ള ആൾക്കാരും അന്ന് രക്ഷപ്പെട്ടത്. അതെ, റാന്നി വലിയ പാലം തകർന്നിട്ട് ഇന്നേക്ക് ഏകദേശം 25 വർഷങ്ങൾ പിന്നിടുന്നു. പതിനെട്ടാം നൂറ്റാണ്ടിൽ കല്ലിശ്ശേരിയിൽ നിന്ന് റാന്നിയിലേക്ക് കുടിയേറിയ കനാനയ ക്രിസ്ത്യാനികൾ റാന്നി സെൻറ് തോമസ് വലിയ പള്ളി സ്ഥാപിച്ചു. മലങ്കര ഓർത്തഡോക്സ് ക്രിസ്ത്യാനികളും മർത്തോമിസ്റ്റുകളും ഗണ്യമായ എണ്ണം പരിസര പ്രദേശങ്ങളിൽ നിന്നും റാന്നിയിലേക്ക് കുടിയേറി. റാന്നിയുടെ 70% വനപ്രദേശമാണ്. കേരളത്തിലെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന താലൂക്കുകളിലൊന്നാണ് റാന്നി. അതുപോലെ കൊക്കോ, തെങ്ങ്, മരച്ചീനി, കുരുമുളക് എന്നിവയാണ് മറ്റ് പ്രധാന വിളകൾ. നമ്മളപ്പോൾ എസ്സിപ്പടിയിൽ നിന്ന് റാന്നിയിലേക്കൊരു യാത്രയിലാണ്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ വന്നതോടുകൂടി റാന്നിയുടെ മുഖച്ഛായ തന്നെ മാറിയിരിക്കുകയാണ്. വികസനങ്ങൾ ചെത്തോങ്കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ചെത്തോങ്കര ചെറിയൊരു ടൗണായി മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസങ്ങൾ കഴിയും തോറും പുതിയ പുതിയ കടകളും പുതിയ ഒത്തിരി വ്യവസായങ്ങളും വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുപോലെ ഈ ഭാഗത്തും കുറച്ച് പുതിയ കടകളൊക്കെ വന്നിട്ടുണ്ട്. രാത്രിയിലൊക്കെ ഇവിടെ ഭയങ്കര തിരക്കുകളാണ്. ഇവിടെ രാത്രിയിൽ കാണാൻ തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗിയാണ് നമുക്ക് ഈ ഭാഗത്ത് കാണാൻ കഴിയുന്നത്. രണ്ട് വർഷങ്ങൾ പിന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ റാന്നി ഇങ്ങനെ അല്ലായിരുന്നു. പഴയ പൊട്ടിപ്പൊളിഞ്ഞ റോഡും ഈ ഒരു ഹൈവേ വന്നതോടുകൂടി റാന്നിയുടെ മുഖച്ഛായ തന്നെ മൊത്തത്തിൽ മാറിയിരിക്കുകയാണ്. അതുപോലെ ഈ റോഡിൽ ഇപ്പോൾ ഒത്തിരി അപകടങ്ങൾ നടക്കുന്നുണ്ട്. റോഡ് നന്നായതോടുകൂടി
ആൾക്കാരൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിലാണ് പോകുന്നത്. ഒത്തിരി അപകട മരണങ്ങളും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ നമ്മൾ ബൈപ്പാസിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നമ്മൾ റാന്നി ടൗണിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അത്യാവശ്യം ഒരു ഈവനിങ് സമയം തന്നെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക. അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട്. റൈറ്റിലോട്ട് പോകുമ്പോഴാണ് നമുക്ക് ബസ് സ്റ്റാൻഡ് ഉള്ളത്. അതുപോലെ തന്നെ റാന്നിയുടെ മുഖച്ഛായ മാറ്റിയ ഒരു ബിൽഡിംഗ് ആണിത്. ഇടിമണ്ണിക്കൽ ജ്വല്ലറിയും ട്രെൻഡ്സും ഇവിടെ വന്നതോടുകൂടി റാന്നിയുടെ ഒരു മുഖച്ഛായ തന്നെ മാറിപ്പോയി. മാമുക്ക് ജംഗ്ഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ റാന്നി പാലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. നല്ല ഈവനിങ് ഒക്കെ വരുവാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് റാന്നി പാലത്തിൽ നിന്നുകൊണ്ട് നല്ലൊരു സൺസെറ്റ് കാണാൻ കഴിയും കേട്ടോ. ഇനിയും കുറച്ച് റാന്നിയുടെ രാത്രി കാഴ്ചകൾ കണ്ടാലോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉറപ്പായിട്ട് ലൈക്ക് അടിക്കണം, ഷെയർ ചെയ്ത് ഫ്രണ്ട്സിലേക്ക് എത്തിക്കണം. അതുപോലെ നിങ്ങൾ ആരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണും വരെ ബൈ ബൈ.